മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ 7-8 ദിവസങ്ങളായിട്ട് ഹരിയാനയിലെ ഹിസാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൃത്രിമമായ സന്യാസി, ഇംഗ്ലീഷിൽ ഗോഡ്മാൻ എന്ന് നിരന്തരം TV ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന, മലയാളത്തിൽ ആൾദൈവം എന്ന പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാംപാലിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് TV വന്നുകൊണ്ടിരിക്കുന്നത്. അയാൾ ആയിരക്കണക്കിന് എന്ന് പറയുന്നതിനേക്കാളും 10,000-കണക്കിന് ആരാധകരെ ആശ്രമത്തിൽ നിലനിർത്തുകയും 2006-2007 കാലയളവിൽ ചെയ്ത കുറേ കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അയാൾ കോടതിയിലേക്ക് വരാൻ നിർദ്ദേശിക്കപ്പെട്ട നിർദ്ദേശത്തെ നിരാകരിക്കുകയും ചെയ്തു. ആ നിരാകരണം താൻ കോടതിക്കും നിയമത്തിനും അതീതനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. അതിശക്തമായ രീതിയിൽ പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി അയാളെ കോടതിയിൽ ഹാജരാക്കണമെന്നും റിമാൻഡിൽ വെക്കണമെന്നും പറഞ്ഞു. അതനുസരിച്ച് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ 10 ദിവസങ്ങളിൽ, കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് നടത്തുന്ന പോലീസിന്റെ പരാക്രമങ്ങൾ അത് നിരന്തരം TV ചാനലുകളിൽ വരുന്നുണ്ടായിരുന്നു. ടൈംസ് നൗവിലും ഹെഡ്ലൈൻസ് ടുഡേയിലും അതുപോലെ തന്നെ NDTVയിലും എല്ലാം വരുന്നുണ്ടായിരുന്നു. അവസാനം ഇന്നലെ വൈകുന്നേരം അറസ്റ്റ് ചെയ്തു എന്ന് തോന്നുന്നു. വളരെ ലളിതമായ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ഈ ഭാരതത്തിലെമ്പാടും ധാരാളം സന്യാസികളുണ്ട്, ആശ്രമങ്ങളുണ്ട്, ധാരാളം മദ്രസകളുണ്ട്, ഇസ്ലാമുകളുടെ പ്രവർത്തന കേന്ദ്രങ്ങളുണ്ട്, ധാരാളം ധ്യാന കേന്ദ്രങ്ങളുണ്ട്, പ്രാർത്ഥനാലയങ്ങളുണ്ട്. ഞാൻ പള്ളികളുടെയും അമ്പലത്തിൻ്റെയും മസ്ജിദിൻ്റെയും കാര്യമല്ല പറയുന്നത്. അതിനും അപ്പുറത്തുള്ള ഈ രാംപാലിൻ്റെ ആശ്രമം എന്നുള്ള പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്, ധാരാളം മദ്രസകളുണ്ട്, അതുപോലെ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. ഇവിടെയെല്ലാം എന്താണ് നടക്കുന്നത് എന്നറിയാൻ ഒരു കാരണവശാലും ഒരു പറ്റം പോലീസുകാരകത്ത് ചെന്ന് കാക്കി ഉടുപ്പിട്ട് അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയേണ്ട ഒരു കാര്യവുമില്ല. സാധാരണ ഭക്തന്മാരെയും അനുയായികളെയും പോലെ മഫ്തി ഡ്രസ്സിൽ ഒരു 4-5 പോലീസുകാര് മഫ്തി ഡ്രസ്സിൽ ഭക്തന്മാരെ പോലെ, പ്രാർത്ഥിക്കാൻ പോകുന്നവരെ പോലെ മഫ്തി ഡ്രസ്സിൽ ഈ പോലീസുകാര് അവിടെ ചെന്ന് യാതൊരു വിധത്തിലുള്ള കോളിളക്കങ്ങളും സൃഷ്ടിക്കാതെ അവിടെ നടക്കുന്നത് എന്താണെന്നറിയാൻ ഇത്രയും അധികം ബുദ്ധിമുട്ടുണ്ടോ? രാംപാലിന്റെ കാര്യമാണെങ്കിൽ 2006 കാലഘട്ടത്തിൽ നടന്നതാണ്, 2007 കാലഘട്ടത്തിൽ നടന്നത്. അതിനുശേഷം ഇടയ്ക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആര് ഭരിക്കട്ടെ, കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്താണ് അല്ലെങ്കിൽ ഇപ്പോൾ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് രണ്ടും സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ TV ചാനലുകളിലൂടെ നോക്കിയാൽ കാണാം, വീഡിയോ ക്യാമറ ഇടത്തെ അറ്റത്ത് നിന്ന് വലത്തെ അറ്റത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുമ്പോഴറിയാം
ഈ ആശ്രമത്തിലെ കെട്ടിടത്തിന് തന്നെ ഒരു 1.5 കിലോമീറ്റർ നീളമുണ്ട്. ആ കെട്ടിടം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയതാവില്ല, ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയതാവില്ല. അതിനകത്ത് നിന്ന് 15,000 പേരെ എവിക്റ്റ് ചെയ്തു, പുറത്തേക്ക് കളഞ്ഞു എന്ന് പറയും, പുറത്തേക്ക് മാറ്റി എന്ന് പറയും. അപ്പൊ ഈ 10-15,000 പേരെ അവിടെ പാർപ്പിക്കാറുണ്ടെന്നും പല വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ അവിടെ വരാറുണ്ടെന്നും അവിടെ ഈ തോക്കും ബോംബും പെട്രോൾ ബോംബും ഇതെല്ലാം ശേഖരിക്കാറുണ്ടെന്നും അറിയാനുള്ള ഇന്റലിജൻസ് വിഭാഗമൊന്നും പ്രവർത്തിക്കുന്നില്ലേ? അത്ഭുതം തോന്നാറുണ്ട്, അത്ഭുതം തോന്നുന്നുണ്ട്. ഒരു ഓംകാരം വെച്ച് ഹൈന്ദവ ധർമ്മത്തെയും പൈതൃകത്തെയും അവഹേളിക്കാൻ പാകത്തിന് ഇതേപോലെ നടത്തുന്നവർക്ക് ഏത് വിധത്തിലുള്ള സംരക്ഷണമാണ് ഇത്രയും കാലം ആരായാലും കൊടുത്തുകൊണ്ടിരുന്നത്? ഒരു കോടതി അനവധി കാലം കഴിഞ്ഞ് ഇടപെട്ട് ആ ഇടപെട്ടതിന് ശേഷമാണ് ഇതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞ 10 ദിവസമായിട്ട് അറിഞ്ഞത്. എത്രയാ ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡറിൽ പോലീസിനെയും BSFനെയും നിർത്തുന്നതിനേക്കാൾ കൂടുതൽ പോലീസ്, സ്റ്റേറ്റ് പോലീസ് എല്ലാം ഉണ്ടെന്ന് മാത്രമല്ല, മിനിഞ്ഞാന്ന് 5000-ത്തിലധികം പോലീസുകാരെ കേന്ദ്ര ഗവൺമെന്റ് ഡെപ്യൂട്ടി ചെയ്തു. അപ്പോൾ ഇന്ത്യക്കകത്ത് ഒരു വലിയ സ്ഥാപനം കള്ളത്തരവും നീചവും നികൃഷ്ടവും ദേശദ്രോഹപരവും വ്യക്തിദ്രോഹപരവുമായ കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ നടത്തുന്നത് ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ സെക്യൂരിറ്റി തന്നെ എവിടെയായിരിക്കുന്നത്? ഇത് കണ്ടുപിടിക്കാൻ ഇത്രയും അധികം ബുദ്ധിമുട്ടുണ്ടോ? ആ ആശ്രമത്തിന്റെ മതിലിന് 25 അടി പൊക്കമുണ്ട് എന്ന് വീണ്ടും വീണ്ടും എഴുതി കണ്ടു. 25 അടി പൊക്കമുള്ള ആശ്രമത്തിന്റെ വാതിലുകൾ 24 മണിക്കൂറും ലോക്ക് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. 15,000 പേരെ അതിനകത്ത് നിന്ന് പുറത്തേക്ക് ആക്കിയെങ്കിൽ അവര് പലരും വൃദ്ധരും യുവാക്കളും ചെറിയ കുട്ടികളും അതുപോലെ ഉള്ളവരെയും ഇവാക്യുവേറ്റ് ചെയ്യുന്നത്, പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കാണാം. അവരെങ്ങനെയാണോ അകത്തേക്ക് കയറിയത് അതേപോലെ അകത്തേക്ക് കയറാൻ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഇവിടുത്തെ പോലീസിന് ഒന്നും സാധിച്ചില്ല എങ്കിൽ നമ്മുടെ പോലീസുകാരെ ഈ രാഷ്ട്രം സംരക്ഷിക്കുന്നതിൽ, ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ എങ്ങനെയാ വിശ്വസിക്കാൻ സാധിക്കുക? ഇനി ഭരണാധികാരികളുടെ സപ്പോർട്ടാണ് ഉള്ളതെങ്കിൽ വേണ്ടതിനും വേണ്ടാത്തതിനും പ്രതിഷേധിക്കുകയും എതിർക്കുകയും അവഹേളിക്കുകയും പുച്ഛിക്കുകയും നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്ക്, ഭരണപക്ഷത്തുള്ളവരാണെങ്കിലും പ്രതിപക്ഷത്തുള്ളവരാണെങ്കിലും, അവർക്ക് ഇവിടെ എന്താ നടക്കുന്നത് എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനെ ഏൽപ്പിക്കാൻ സാധിച്ചൂടെ? പറ്റില്ലേ അവർക്ക്? നിരീശ്വരവാദികളായ രാഷ്ട്രീയക്കാരുണ്ടല്ലോ. ഈശ്വരവിശ്വാസികൾക്ക് ഒരുപക്ഷെ ഈ സ്വാമി വലിയ ദൈവമായിരിക്കാം, നിരീശ്വരവാദികൾക്ക് അതല്ലല്ലോ. ഇനി ഇത് മാത്രമല്ല, മന്ത്രിമാരുടെ ആരുടെയും ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിലും അവിടെ പോലീസ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, IAS-കാരുണ്ട്, IPS-കാരുണ്ട്, ഇന്ത്യൻ റവന്യൂ സർവീസുകാരുണ്ട്, ഇൻകം ടാക്സുകാരുണ്ട്. ഇതെല്ലാം ഇവരാരും ഈ ഇന്ത്യക്കകത്ത് ഹിസാറിൽ നടക്കുന്ന ഇത്രയും ഭീമാകാരമായിട്ടുള്ള ചതിയും വഞ്ചനയും കൊലപാതകവും ഒന്നും കണ്ടില്ല, കേട്ടില്ല എന്ന് വിശ്വസിക്കാനേ പറ്റണില്ല. ഏതായാലും ഒരു സുപ്രഭാതത്തിലൊന്നും അല്ല ഇതുണ്ടാക്കിയത്. ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഭരണത്തിൽ കയറിയപ്പോൾ ഉണ്ടാക്കിയതല്ല. കഴിഞ്ഞ ഭരണാധികാരികള് കഴിഞ്ഞ 5 വർഷം ഭരിച്ച കോൺഗ്രസ്സുകാർ കയറിയപ്പോൾ ഉണ്ടാക്കിയതല്ല. അതിന്റെ മുമ്പിൽ ഭരിച്ചവരെ കയറിയപ്പോൾ ഉണ്ടാക്കിയതല്ല. 1960 മുതൽക്ക് ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ ഈ 60 മുതൽക്ക് ഒരു സ്ഥാപനം വളരുന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ മഫ്തി ഡ്രസ് ഇട്ട് ഏത് വിഭാഗം ഇന്റലിജൻസുകാർക്കോ CBI-കാർക്കോ അല്ലെങ്കിൽ റോക്കാർക്കോ അല്ലെങ്കിൽ ഓർഡിനറി പോലീസിനോ
ഒന്നും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നുന്നു. അടുത്ത കാലത്ത് ബംഗ്ലാദേശിന്റെ അതിർത്തി, ഭാരതവും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തികളിൽ ധാരാളം മദ്രസകളിൽ പോലീസ് എന്നിട്ട് റെയ്ഡ് നടത്തിയ അത്രേ. അവിടെ ധാരാളം മദ്രസ അധ്യാപകർ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരുണ്ട്. അവർ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോ ആ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാൻ പഠിപ്പിക്കുന്ന ബംഗ്ലാദേശി അറബി അധ്യാപകരും ഇസ്ലാമിക അധ്യാപകരെയും കണ്ടെത്താൻ ഒരു വലിയ പഞ്ചവത്സര പദ്ധതിയൊന്നും വേണ്ടി വന്നില്ല. വളരെ എളുപ്പത്തിൽ അത് സാധിച്ചു. അതുപോലെ തന്നെ ഭാരതം മുഴുവനും പ്രവർത്തിക്കുന്ന ആശ്രമങ്ങളിൽ അകത്ത് ചെന്ന് എന്താ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ആശ്രമങ്ങളിൽ, വലിയ വലിയ വ്യക്തികളുടെ വീടുകളിൽ, പ്രഗത്ഭരായ ബിസിനസ് സ്ഥാപനങ്ങളിൽ, പ്രഗത്ഭരായ ചാരിറ്റബിൾ സംഘടനകളുടെ ആസ്ഥാനങ്ങളിൽ, ഇതെല്ലാം ഒരു രാഷ്ട്രത്തിന്റെ നിയമാവലിയെ ലംഘിക്കുന്ന ലെവൽ വരെ എത്തുമ്പോൾ മാത്രമേ പോലീസുകാർ അലർട്ടാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ഇനി ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഭാരതത്തിൽ 6000-ൽ പരം ധ്യാന കേന്ദ്രങ്ങൾ ക്രിസ്ത്യാനികളുടെ ഉണ്ടെന്നാ പറയുന്നത്. അതിലെ ഒരു ധ്യാന കേന്ദ്രമായിരുന്നു ചാലക്കുടിയിലെ പോട്ട ധ്യാന കേന്ദ്രം. അവിടെ പോലീസിനെ അകത്തേക്ക് കയറ്റാതിരിക്കാൻ ശ്രമിച്ചത് ഭരണാധികാരികളാണ്. ടിവിയിലും പത്രമാധ്യമങ്ങളിലും വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 800 പേര് അവിടെ മരിച്ചിട്ടുണ്ട്. അത്ര പേരവിടെ മരിച്ചിട്ടും അവിടെ ലേസർ ഉപയോഗിച്ച് യേശുക്രിസ്തുവിനെ കാണിച്ചിട്ട് ആൾക്കാരെ മതപരിവർത്തനം നടത്തിയിട്ടും പ്രാർത്ഥനയിലൂടെ അസുഖം ഭേദമായി എന്നറിയിക്കാൻ നാരങ്ങാ വെള്ളത്തിൽ മരുന്ന് കൊടുത്തിട്ടും എല്ലാം ചതിക്കുന്നതും രാംപാലിന്റെ ചതിയുടെ തുല്യമോ അതിനേക്കാൾ ഹീനമോ ആണ്. അതിലും പോലീസിന്റെ ദൃഷ്ടിപ്പെടാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നവരെ പോലെ പോയാൽ പോരെ? പോലീസിന് ഒരു 4-5 പോലീസുകാർക്ക് ഡിഗ്നിറ്റിയോടുകൂടി പോലീസുകാരാണെന്ന് അറിയിക്കാതെ, IB-കാരാണെന്ന് അറിയിക്കാതെ അതിനകത്ത് നടക്കുന്നതും, അതിനകത്ത് ഒരു 14 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് പോയുമ്പോൾ എന്താ നടക്കുന്നതെന്ന് അറിയാൻ എന്താ എത്ര ബുദ്ധിമുട്ട്? അപ്പോ കുറെ വ്യക്തികൾ ചിലതിനെയെല്ലാം സംരക്ഷിക്കാനും ചിലതിനെയെല്ലാം വളർത്താനും ചിലതിനെയെല്ലാം അവരുദ്ദേശിച്ച രീതിയിൽ പോകാൻ അനുവദിക്കാനും അത് ദേശദ്രോഹത്തിന് ഇറങ്ങുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും രാഷ്ട്രദ്രോഹത്തിനും ജനദ്രോഹത്തിനും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുകിൽ മരിച്ചുപോയ ദൈവം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ദൈവം. ഇപ്പം മരിച്ചുപോയ ആളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത് ആരുടെയോ വയറുവേദന മാറി എന്ന് പറഞ്ഞിട്ടാണ്. അതും ലോക തട്ടിപ്പല്ലേ? അതിനെ എല്ലാത്തിനെയും പത്രമാധ്യമങ്ങളിലൂടെ വളരെ വലിയൊരു കാര്യമായിട്ട് പ്രഖ്യാപിക്കുന്ന സംഭവത്തിനെ മതത്തിന്റെ പരിവേഷണം കൊടുത്തിട്ട് അന്ധവിശ്വാസത്തെ വളർത്തുകയല്ലേ ചെയ്യുന്നത്? അവര് ചെയ്യുന്നതും രാമപാല് ചെയ്യുന്നതും ഇവിടെ ഹിമവൽ ഭദ്രാനന്ദ ചെയ്തതും സന്തോഷ് സ്വാമി ചെയ്തതും അതുപോലെ തന്നെ ഇവിടെ ഓരോ ക്രിസ്ത്യൻ പ്രാർത്ഥനാലയങ്ങളിൽ നടക്കുന്നതും ഇസ്ലാമിക തീവ്രവാദം നടക്കുന്നതും എല്ലാം ഹൈറേഞ്ചുകളിലെ കാടുകൾക്കുള്ളിലും മാവോവാദികളെ പോലെയാണെങ്കിൽ ഒരുപക്ഷെ ഹൈറേഞ്ചിന്റെ ഉള്ളിലൊക്കെ ചെന്ന് മഴക്കാലത്തോ തണുപ്പുകാലത്തോ വേനൽക്കാലത്തോ ചെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരും. സ്വാഭാവികമായിട്ടും അത്ര എളുപ്പമാണെന്ന് പറയാനും സാധിക്കില്ല. പക്ഷേ നല്ല അസല് നഗരങ്ങളില്, നല്ല സിറ്റികളിലും ടൗണുകളിലും മനുഷ്യവാസം നിറഞ്ഞിരിക്കുന്ന കേന്ദ്രങ്ങളില് പട്ടാപ്പകല് 10 അടിയോ 15 അടിയോ 20 അടിയോ 25 അടിയോ പൊക്കമുള്ള മതിലിനുള്ളില് എല്ലാ സ്ഥലത്തു കൂടെയും അകത്തേക്ക് പോകാൻ ഗേറ്റുകളുള്ള സ്ഥലത്ത് നമ്മുടെ IB-കാർക്കും CID-കാർക്കും അല്ലെങ്കിൽ പോലീസുകാർക്കും ചെല്ലാൻ ഇത്രയും അധികം ബുദ്ധിമുട്ടുണ്ടോ? ഈ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ദേശദ്രോഹപരമായ പ്രവർത്തനങ്ങളും മതത്തിന്റെ മറവില് ചെയ്യുന്ന ആരെയും ഇരു ചെവി അറിയിക്കാതെ പിടിച്ചകത്താക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? അനുയായികളെ പ്രകോപിപ്പിച്ച് അതിനകത്തേക്ക് അത്രയും മിലിറ്ററിക്കാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് പകരം
ഇവരകത്തേക്ക് കയറുന്നത് തന്നെ നേരത്തെ കാര്യകാരണ സഹിതം അറിഞ്ഞ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലും സിയാച്ചനിലും മറ്റും കൃത്യമായിട്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ള പട്ടാളക്കാരുള്ള ഒരു നാട്ടില് ഒരു ആശ്രമത്തിനകത്ത് നിന്ന് കുറെ പറ്റിക്കുന്ന പള്ളിയിലച്ചന്മാരെയോ മൗലവിമാരെയോ സ്വാമിമാരെയോ അല്ലെങ്കിൽ സോക്കോൾഡ് ആൾ ദൈവങ്ങളെയോ നമുക്ക് പിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ സെക്യൂരിറ്റിയുടെ അവസ്ഥ എന്താ? ഇവിടുത്തെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും എല്ലാം അവസ്ഥ എത്ര നീചമാണ്. അതേപോലെയല്ലേ, അതേപോലെയാണ് പല പല സ്കൂളുകളിലും പല മദ്രസകളിലും പല യത്തീംഖാനയിലും എല്ലാം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പത്രവാർത്തകൾ വരുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ വരിക. വളരെ ഒരു പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്കകത്ത് എന്തെല്ലാമാണ് നടക്കുന്നതെന്നറിയാൻ ഒരു പോലീസ് വണ്ടിയിലല്ല, ഒരു ഓട്ടോറിക്ഷയിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കില്ലേ? ഇത്രയും അധികം മിലിറ്ററി സന്നാഹത്തോടുകൂടി വേണോ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ? കൈകാര്യം ചെയ്യേണ്ട സമയത്ത് കൈകാര്യം ചെയ്യാതെ അവരുടെ ആരാധകരായിട്ട്, അവരുടെ പൂജകരായിട്ട്, അവരുടെ അനുയായികളായിട്ട് ഇവര് ഉടലോടുകൂടി നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന തെറ്റിദ്ധാരണയില് ഈ നേതാക്കന്മാരും ഈ പോലീസുകാരും ഈ ഇന്റലിജൻസുകാരും പലരും അവരുടെ അനുയായികളും അവരുടെ ആജ്ഞാനുവർത്തികളും ആവുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇതെല്ലാം സംഭവിക്കുന്നത്. യഥാർത്ഥത്തില് വിഷയം വേറെയാണെങ്കിലും ഒരു വരി പറഞ്ഞാൽ ജയലളിത പണ്ട് തമിഴ്നാട്ടിലെ ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു. ആ അഡ്വർടൈസ്മെന്റ് വളരെ വിചിത്രമായിരുന്നു. എന്താ അറിയോ? മുല്ലപ്പെരിയാർ അണക്കെട്ടില് വെള്ളം നിറയ്ക്കുന്നതിനെതിരെ ഇനി കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാര് പ്രതിഷേധിക്കുകയോ ജാഥ നടത്തുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെയ്യുകയോ ചെയ്താൽ അവരിൽ ഓരോരുത്തരുടെയും പേരിലുള്ള സ്വത്ത് അംബാസമുദ്രം, തിരുനെൽവേലി തുടങ്ങിയ പ്രദേശത്തുള്ള അവരുടെ ഭൂമിയുടെ അളവ്, സ്വത്ത് ഞാൻ പത്രങ്ങളില് റഫറൻസ് സഹിതം പബ്ലിഷ് ചെയ്യുമെന്ന് ജയലളിത പറഞ്ഞതോടുകൂടി മുല്ലപ്പെരിയാർ അണക്കെട്ടിനെതിരെയുള്ള എല്ലാ സമരവും തീർന്നു. അപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിനെതിരെയുള്ള സമരം തീർന്നത് കോടതി വിധിയോടുകൂടിയല്ല. കോടതി വിധി വരുന്നതിന് എത്രയോ മുമ്പാണ് ഇങ്ങനെ ജയലളിത അവിടുത്തെ തമിഴ്നാട്ടിലെ പത്രത്തിൽ പ്രിന്റ് ചെയ്തത്. അപ്പൊ ഇവരെല്ലാം മുല്ലപ്പെരിയാർ അണക്കെട്ടില് 142 അടിയായി എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുമ്പോഴും അതിൽ 131 അടി പോലും നിർത്താൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിരുന്നവർ 142 ആയിട്ടും മിണ്ടാതിരുന്ന കോടതി വിധി വരുമ്പോ തമിഴ്നാടിന് താക്കീത് നൽകിയെന്നൊക്കെ പറഞ്ഞതിന്റെ പുറകില് ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഇച്ഛാശക്തിയൊന്നുമല്ല. സംരക്ഷിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരുന്നെങ്കിൽ ജീവൻ പോയാലും അതിന് വേണ്ടത് ചെയ്യാൻ സാധിക്കുന്ന ലെവലിലേക്ക് ഇവര് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും ശ്രമിക്കാമായിരുന്നു. അത് ചെയ്യാതിരിക്കാൻ കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരന്റെയും അവരുടെ ഡമ്മികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്വത്ത് തമിഴ്നാട്ടിലുള്ളത് പുറത്തേക്ക് വരുമെന്ന ഭയം കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു രൂപമല്ലേ ധ്യാന കേന്ദ്രങ്ങളിലും മദ്രസകളിലും യത്തീംഖാനകളിലും ഹിന്ദുക്കളുടേതെന്ന് പറയുന്ന ആശ്രമങ്ങളിലും ഈ ഹിമവൽ ഭദ്രാനന്ദയും സന്തോഷ് സ്വാമിയും അതുപോലെ തന്നെയുള്ള ചന്ദ്രസ്വാമിയും ഇപ്പൊ രാംപാലും തുടങ്ങിയ കുറെ സ്വാമിമാരെ നെറ്റിയില് ഭസ്മവും തൊട്ട് നടുക്ക് 1 ഇഞ്ച് ഡയമീറ്ററുള്ള കുങ്കുമപ്പൊട്ടും തൊട്ട് ഓരോരുത്തരെ അനുഗ്രഹിച്ച് ഈ കള്ളന്മാര് മുഴുവനും വളരുന്നതിന്റെ പുറകില് കള്ളത്തരം ചെയ്യുന്നവരുടെ പ്രൊട്ടക്റ്റീവ് ഫോഴ്സും ഉള്ളത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നിർത്താൻ ഇപ്പോഴോ പണ്ടോ ശ്രമം നടത്തിയിട്ടില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ആശ്രമത്തിലോ സ്ഥാപനത്തിലോ ചെന്ന് യുദ്ധസന്നാഹം ഉണ്ടാക്കുന്ന പോലെ റെയ്ഡ് നടത്തണമെന്നല്ല അതിന്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞത് 3ാമത്തെ പ്രാവശ്യം ആവർത്തിക്കുന്നു. ഏത് ഐവിയിലുള്ളവനും അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ ഒരു വിഷമവും ഇല്ല. അവിടെ ഏത് സ്ഥാപനത്തിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ ഒരു വിഷമവും ഇല്ല. അതിന് മതിലിന്റെ പൊക്കം 50 അടിയോ 150 അടിയോ ആണെങ്കിലും ഒരു പ്രശ്നമില്ല. ഗേറ്റ് ഉള്ളയിടത്തോളം
ജനങ്ങൾ അകത്തേക്ക് പോകുന്നിടത്തോളം, ഭക്തന്മാരെന്ന് പറയുന്ന വിഭാഗം പറ്റിക്കപ്പെടുന്നവരകത്തേക്ക് പോകുന്നിടത്തോളം കാലം അകത്ത് എന്താണ് നടക്കുന്നതെന്നറിയാൻ ഏത് മനുഷ്യനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അടുത്ത കാലത്ത് പോട്ട ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്നത് എന്താണെന്നറിയാൻ കുറെ തീവ്രമായ ഹിന്ദുത്വ ബോധമുള്ളവർ അകത്തിരുന്ന ധ്യാനത്തിലൊപ്പം ഇരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതുകയുണ്ടായി. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മുഴുവനും പറയുകയുണ്ടായി. അവർ ഇന്റലിജൻസ് ബ്യൂറോക്കാരൊന്നുമില്ല, സാധാരണക്കാർ ഭക്തന്മാരെ പോലെ ധ്യാനിക്കാൻ പോയവരുടെ കൂട്ടത്തിൽ പോയിട്ടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അപ്പൊ യഥാർത്ഥത്തില് നമ്മുടെ നാട് സുരക്ഷിതമായ കൈകളിലാണെന്ന് വിശ്വസിക്കാനോ ചിന്തിക്കാനോ ഒന്നും സാധിക്കില്ല. ഇവിടെ പുറത്തു നിന്നുള്ള ആക്രമണം കൂടാതെ അകത്തു നിന്നും ഈ ആക്രമിക്കുന്നവരെ രാഷ്ട്രത്തിനെതിരെ, പോലീസിനെതിരെ വെടിവെച്ച്, പോലീസിനെതിരെ ബോംബെറിഞ്ഞ്, പോലീസിനെതിരെ ഗ്യാസ് കുറ്റികൾ എറിഞ്ഞ്, പോലീസിനെതിരെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒരു കവറുണ്ടാക്കിയിട്ട് യഥാർത്ഥത്തില് ജമ്മു കാശ്മീരിലൊക്കെയാണ് അത് നടന്നിരുന്നത്. ഇപ്പോ ഒരു ഹിന്ദു സന്യാസിയുടെ പേരിൽ ഇത്രയും കൊള്ളരുതായ്മയും കള്ളത്തരവും നടന്നിട്ടും അതൊക്കെ ഭരിക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആ ഭരിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ യഥാർത്ഥത്തില് ഒരു സംസ്ഥാനം, അതില് ജില്ലയില് സംസ്ഥാന മന്ത്രിമാര്, സെക്രട്ടറിമാര്, അവരുടെ കീഴിലുള്ള പോലീസ്, അതിന്റെ അടുത്ത സ്ട്രയാറ്റ, അടുത്ത ഡിസ്ട്രിക്ട് കളക്ടർ, കളക്ടറുടേതായിട്ടുള്ള സംവിധാനം, അതിന്റെ ചുവട്ടിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത്, അതിൻ്റെതായിട്ടുള്ള സംവിധാനം, ഇതെല്ലാം കൂടാതെ സാധാരണ മനുഷ്യർക്ക് പോലും ഇതിനകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയിക്കാനുള്ള അവസരമുണ്ട്. സാധാരണഗതിയിൽ വിമാനത്തിലൂടെ സ്വർണം കള്ളക്കടത്ത് നടത്തുമ്പോൾ പലരും വിളിച്ചു പറയുകയാണ് പതിവ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പലപ്പോഴും കസ്റ്റംസുകാരെ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പോകുന്നവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ കാര്യങ്ങൾ സർക്കാരിനെ അറിയിച്ചുകൂടെ? അപ്പൊ ഇത്രയും അധികം ഒരു രാഷ്ട്രദ്രോഹം നടന്നിട്ടും അതിന്റെ മുമ്പിൽ കണ്ണും അടച്ചു ഇരിക്കുന്ന ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ച് മനുഷ്യന്റെ പുറകെ പോകുന്ന, മനുഷ്യ ദൈവത്തിന്റെ പുറകെ പോകുന്ന കുറെ വ്യക്തികൾക്ക് ഇവരൊക്കെ ചെയ്യുന്ന തിന്മകൾ ഒരു 50 പൈസയുടെ കാർഡിലെങ്കിലും അയച്ചുകൂടായിരുന്നു പോലീസുകാർക്ക്? ഇതാരും ഒന്നും ചെയ്യാതെ ഇത്രയും ഗവൺമെന്റ് സംവിധാനം കൊണ്ടുവന്ന് ഇത്രയും അധികം അതിനു വേണ്ടിയിട്ട് സാമ്പത്തിക ഭാരം ഒരു സംസ്ഥാനവും രാഷ്ട്രവും വഹിക്കേണ്ടി വരുമ്പോഴും ആ ഭരണാധികാരികള് സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ, ഇത് വളർന്നത് കഴിഞ്ഞ 1 മാസം കൊണ്ടല്ലെന്നും കൂടി ഓർമ്മിക്കണം. എത്രയോ കാലമായിട്ട്, ആ കെട്ടിടത്തിന്റെ നീളവും വീതിയും മാത്രം നോക്കിയാൽ മതി, എത്രയോ കാലം കൊണ്ട് ഇത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെയുള്ള തിന്മകള് ഇനി കാശ്മീർ മുതൽക്ക് കന്യാകുമാരി വരെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. പ്രവർത്തിക്കുകയും കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ആൾദൈവങ്ങളും ഇതുപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ അതിർത്തിയിലുള്ള പോലെയുള്ള മദ്രസകളും ഇന്ത്യയിലെ എല്ലായിടത്തും പടരാതിരിക്കട്ടെ എന്നുകൂടി നമുക്ക് എല്ലാവർക്കും കൂടി പ്രവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രണാമം, നമസ്കാരം.